മഹാദേവൻ ശനിദേവനെ 19 വർഷക്കാലം ഒരു ആൽമരത്തിൽ തലകീഴായി തൂക്കിക്കിടത്തി ശിക്ഷിച്ചു. എന്തുകൊണ്ടാണ് ശനിദേവൻ ശിക്ഷിക്കപ്പെട്ടത്? കഥ കേട്ടാലോ? ഒരിക്കൽ സൂര്യദേവൻ തൻ്റെ എല്ലാ പുത്രന്മാരെയും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ലോകങ്ങളിലേക്ക് പറഞ്ഞയച്ച് ആ ലോകങ്ങളുടെ നിയന്ത്രണം ഏൽപ്പിച്ചു. എന്നാൽ തൻ്റെ ശക്തിയുടെ അഹങ്കാരത്തിൽ ശനി ഭഗവാൻ അതിൽ സന്തുഷ്ടനായില്ല. അതിനാൽ തൻ്റെ ശക്തി ഉപയോഗിച്ച് ശേഷിക്കുന്ന ലോകങ്ങളുടെ മേലും അദ്ദേഹം നിയന്ത്രണം നേടി. ശനിദേവന്റെ ഈ പ്രവൃത്തി കാരണം സൂര്യദേവൻ വളരെ ദുഃഖിതനായി. അങ്ങനെ സൂര്യദേവൻ സഹായം തേടി മഹാദേവനെ സമീപിച്ചു. സൂര്യദേവന്റെ ആരാധനയിൽ സംപ്രീതനായ മഹാദേവൻ തൻ്റെ സൈന്യത്തെ ശനിദേവനുമായി യുദ്ധം ചെയ്യാൻ അയച്ചു. എന്നാൽ ശനിദേവൻ എല്ലാവരെയും പരാജയപ്പെടുത്തി. ഇതിനുശേഷം മഹാദേവൻ തന്നെ ശനിദേവനുമായി യുദ്ധം ചെയ്യാൻ വന്നു. ഭഗവാൻ ശിവൻ നേരിട്ട് യുദ്ധത്തിന് വന്നതു കണ്ടപ്പോൾ ശനിദേവൻ തൻ്റെ മാരക ദർശനം ഭഗവാൻ ശിവനിൽ പതിച്ചു. കോപാകുലനായ മഹാദേവൻ തൻ്റെ 3-ാം കണ്ണ് തുറന്ന് ശനിദേവന്റെ അഹങ്കാരം തകർത്തു. ശനിദേവനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിനായി ശിവൻ 19 വർഷക്കാലം ശനിദേവനെ ഒരു ആൽമരത്തിൽ തലകീഴായി തൂക്കിക്കിടത്തി. തൻ്റെ തെറ്റു മനസ്സിലാക്കിയ ശനിദേവൻ ഈ 19 വർഷവും മഹാദേവനെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. മകന്റെ ഈ ദുരവസ്ഥ സൂര്യദേവനിൽ ദുഃഖമുണ്ടാക്കി. മകന്റെ തെറ്റിന് അദ്ദേഹം ശിവനോട് ക്ഷമാപണം നടത്തി തൻ്റെ മകനോട് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചു. ഇതിനുശേഷം ശിവൻ ശനിദേവനെ മോചിപ്പിച്ചു. അന്നു മുതൽ ശനിദേവൻ മഹാദേവന്റെ മാർഗനിർദ്ദേശത്തിലാണ്. ശിവൻ ശനിദേവനെ തൻ്റെ ശിഷ്യനാക്കി. വിശ്വാസമനുസരിച്ച് ശനിദോഷത്തിൽ നിന്നും മുക്തി നേടാൻ ശിവഭഗവാനെ ആരാധിച്ചാൽ മതി. കാരണം ശനിദേവൻ ശിവനെ ബഹുമാനിക്കുക മാത്രമല്ല, ഭഗവാനെ ഭയപ്പെടുകയും ചെയ്യുന്നു. ശിവനെ ആരാധിക്കുന്നത് ശനിദേവന്റെ കോപം ശമിപ്പിക്കുകയും ആ വ്യക്തിക്ക് ശനിദോഷത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശനിയുടെ അഹങ്കാരം തീർക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസന്തതികൾക്കും മാത്രമാണുള്ളത്. അതിനാൽ ശനി മൂലമുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷയ്ക്കായി മഹാഗണപതി, ധർമ്മശാസ്താവ്, ഹനുമാൻ, ഭദ്രകാളി, മഹാദേവൻ അഥവാ ഭൈരവൻ എന്നിവരെ ശനിയാഴ്ചകളിൽ ആരാധിക്കാറുണ്ട്. ഗണേശ ഭക്തരെ ശനി ബാധിക്കില്ലെന്നാണ് വിശ്വാസം. അതികഠിനമായ ശനിയെ ഇല്ലാതാക്കുന്നതിന് വൃദ്ധജനങ്ങളെ സഹായിക്കൽ, പ്രായമായ മാതാപിതാക്കളെ സേവിക്കൽ, ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം തെളിയിക്കൽ, ഹനുമാന് വെറ്റിലമാല, ശനിയാഴ്ച ഭദ്രകാളി ഭജനം എന്നിവ വിശേഷമാണ്. ശനിയാഴ്ച ദിനത്തിൽ ഉപവാസം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി വൃദ്ധർക്കും കാക്കയ്ക്കും ഭക്ഷണം നൽകി 12 ആഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ ശനിദോഷത്തിന് കുറവുണ്ടാകും.